ഞാൻ വ്ളോഗ് ചെയ്യുന്നത് സത്യത്തിൽ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. തോട്ടിൽ വന്നതായിരുന്നു ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. നീതുമോൾ ഒരേ അലക്കാണ്. നീതു ഒരു യോ പറഞ്ഞേ. അതില്ല, ഞങ്ങൾക്ക് കുളിക്കാനുള്ളതാ. മൗഗ്ലി അപ്പുറത്തിരുന്ന് ചെരുപ്പ് എഴുതുന്നുണ്ട്. മൗഗ്ലി ഒരു യോ പറഞ്ഞേ. യോ കണ്ട, ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഞാൻ വ്ളോഗ് ചെയ്യുന്നത് സത്യത്തിൽ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. വേറെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പൊന്നമ്പളി വന്നത്. നീതുവിന് ഇക്കൊല്ലത്തിൽ കണ്ടതുകൊണ്ട് ഞാൻ എന്താണേലും വ്ളോഗ് ഇടുന്നത്. യോ യോ, ഇതാണ് ഞങ്ങളുടെ തോട് ഗൈസ്. യോ, ഇതാണ് നമ്മുടെ നീതുവിന്റെ ഒരനിയത്തി. ഹായ്. ഓ, ഒരു ഹായ് പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഞാൻ നാണം കെടുന്നു. ഇതാണ് ഞാൻ ഇന്നാളെ പരിചയപ്പെടുത്തിയ ഇൻസ്റ്റഗ്രാമിൽ 5000-ഓളം ഫോളോവേഴ്സ് ഉള്ള ആള്. കണ്ടോ, ഇപ്പൊ നല്ല തെളിഞ്ഞ വെള്ളമാണ്. പൊതുവെ നമുക്ക് മഴയൊക്കെ ഭയങ്കരമായിട്ട് കുത്തൊഴുക്കുള്ള മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലാണ് തെളിഞ്ഞ വെള്ളം അല്ലാത്തത്. അതർവൈസ് നല്ല അടിപൊളി വെള്ളമാണ്. കണ്ടോ, ഒഴുകി വരുന്നത് കണ്ടോ. അതെ, അമ്മയാണ് എൻ്റെ വീഡിയോഗ്രാഫർ. അമ്മേ അങ്ങനെയല്ല, റീലല്ല, ആപ്പ് എടുത്താൽ മതി. അമ്മ നീതൊരു കാണുന്നല്ലോ. ഇല്ല, നമ്മുടെ സ്വന്തം തോട്. നമുക്ക് ഈ തോട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇരിക്കണോ? ഇറങ്ങൊക്കെ ചെയ്യാം. ഞങ്ങളിവിടെ വെള്ളത്തിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കാൻ ഓർത്ത് വന്നേക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നത് എനിക്ക് കുഴപ്പമില്ല. അമ്മേനോട് ഞാൻ പറഞ്ഞേക്കുന്നത് പ്രാർത്ഥിച്ചോട്ട് നിൽക്കണമെന്നാണ്, ഫോണ് ഒഴുക്കി കളയാതിരിക്കാൻ വേണ്ടി. കൊല്ലപ്പള്ളി വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അമ്മടി ഇത് കാണിക്കാമേ. അമ്മ വീഴല്ല, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടെ വേറൊരു സൈഡും കൂടെ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ചിലപ്പം തോന്നിയത് ഭ്രാന്തായോ. എവിടെയാലും വീണ് അവള് ഒടിച്ചിട്ടേ പോകുള്ളൂ. അവള് ഇപ്പൊ പൊങ്ങുന്നില്ല. മുങ്ങിയിട്ട് അഥവാ പൊങ്ങാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ തൽക്കാലം മുങ്ങുന്നില്ല. പക്ഷെ എന്റെ മുട്ടിന് എത്ര വെള്ളമുള്ളൂ, കഴിച്ചാണുള്ളൂ, ചത്തു പോകത്തില്ല. നീതുമോൾ പോവാന്നാണ് പറഞ്ഞത്. ടാറ്റാ. ഇനി ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണാം. പരിപാടി രാവിലെ വന്ന് കാണാം കേട്ടോ. മൗഗ്ലി നീ ഇവിടെ നിൽക്കുന്നോ? ഇല്ല, നിൽക്കാനായിട്ട്. മൗഗ്ലി നാളെ രാവിലെ പോകും. ഞങ്ങളുടെ സ്വന്തം മൗഗ്ലിയാ. ഇങ്ങനെയല്ല, ശരിക്കും മൗഗ്ലി കുറച്ചുകൂടി ചെറുപ്പത്തിൽ കണ്ട മൗഗ്ലിനെ പോലെ തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു നിക്കറൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് പറന്ന് വരും. ഇത്ര മുടിയൊക്കെയുള്ളൂ. മൗഗ്ലി തന്നെയായിരുന്നു അസൽ. ഇത് ലുട്ടാപ്പി. ഞാൻ ലുട്ടാപ്പി എന്നാ വിളിക്കുന്നത്. മൗഗ്ലി ലുട്ടാപ്പി. പക്ഷെ വേറെ എന്താ പേരാണ്? അതെ, ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. നാക്കുളിക്കുന്നു പണ്ടാരം. അല്ലല്ലേ? നീ ഇന്ന് പോവോ? നമ്മളീ അവിടെ നിന്ന് നീരാടാനുള്ള തയ്യാറെടുപ്പിലാണ്. യോ യോ യോ, നീത് പോവാണ്. നീതു ടാറ്റാ. ടാറ്റ മൗഗ്ലി. വീടല്ലേ. ഇനി ഞങ്ങള് വേറെ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഓ, അവളവിടുത്തെ ക്യൂട്ട്നെസ് വാരി വെടറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാ ശരി, അമ്മയ്ക്കും ഞാൻ കൊണ്ടുവന്ന കവറിൽ എന്താണെന്നറിയോ? എന്താ? മാറാനുള്ള ഡ്രസ്സാ. അതിപ്പോ വീട്ടിലല്ലേ ഉള്ളത്? വീട്ടിലാരുമില്ല. എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ വീഡിയോ എടുക്കട്ടെ. സത്യമായിട്ട് പക്ഷെ മഴ ഇല്ലാതായിട്ട് അമ്മയാണ് വീഡിയോഗ്രാഫർ. അമ്മ ഭീഷണിയുടെ സ്വരം നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ വീഡിയോ എടുത്ത് തന്നിട്ട് അമ്മ പോകും, അല്ലെങ്കിൽ പോകുമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് യൂട്യൂബ് തൽക്കാലം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലാതെയുള്ള റീൽസിലേക്ക് പോവുകയാണ്. ബൈ. എന്താണെങ്കിലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. അങ്ങനെ തോട്ടിലെ നീന്തലും പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. തലയിൽ വെള്ളം ഇറങ്ങി പനി പിടിച്ച അമ്മ ആട്ടൂന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, വീഡിയോ ഒക്കെ എടുക്കണ്ടേ നമുക്ക്. അങ്ങനെ തോട്ടിലെ ചാട്ടവും മറിയലും ഓട്ടവും എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വീട്ടിൽ വന്ന് കുളിച്ച് ഞാനും പൊന്നമ്മളെയും കാത്തിരിക്കുവാണ്. എന്തിനു വേണ്ടി? ചായ. അത് തന്നെ, അമ്മ ചായ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടാക്കി അത് ഒന്നുകൂടെ ചൂടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. അതൊക്കെ തിന്ന് സൺഡേ അങ്ങനെ കഴിയുകയാണ് ഇന്നത്തോടുകൂടി. എന്താ പറയുക, നല്ല രസമായിരുന്നു ഇന്നത്തെ ദിവസം. എന്താ പറയുക, നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര രസമായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പൊതുവെ.
അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്സോ അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും പോകുന്നതോ ചില മൊമെൻറ്റ്സോ ഒക്കെ ഇന്നത്തെ ദിവസം ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു, എല്ലാം അൺപ്ലാൻഡ് ആയിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു. എന്താ കുറേ എൻജോയ് ചെയ്തു. തോട്ടിലൊക്കെ പോയി ചാടി മറിയുന്നത് അടിപൊളിയായിരുന്നു. വേറെ വീടിൻ്റെ അടുത്തുള്ള 2 പിള്ളേരും കിട്ടി. സത്യം പറഞ്ഞാൽ ആ പിള്ളേരോടൊന്നും ഞാൻ അധികം അങ്ങനെ മിണ്ടിയിട്ട് പോലും ഇല്ല. പക്ഷേ തോട്ടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് വൈബ് പിടിച്ചു അല്ലേ അമ്പിളി? അമ്പിളി ആരുടെയൊക്കെ സ്റ്റോറിയൊക്കെ കണ്ട് ഭയങ്കരമായിട്ടും അതിൻ്റെ മാത്രം ശ്രദ്ധയിലാണ്. അങ്ങനെ അമ്മ ഇട്ട് തരുന്ന ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങൾ വിട പറയും അല്ലേ? ബൈ ബൈ കൊടുക്ക, ബൈ ബൈ.